തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രതികളായ അനീഷയും ഭവിനും ആദ്യ കുട്ടി ജനിച്ച ഉടൻ മരിച്ചെന്നും പുരയിടത്തിൽ കുഴിച്ചിട്ടെന്നും അനീഷ പോലീസിനോട് സമ്മതിച്ചു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ കൊന്ന ശേഷം മൃതദേഹം സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തിച്ചു. പ്രണയം തകർന്നാൽ ഭീഷണിപ്പെടുത്താനാണ് 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥികൾ സൂക്ഷിച്ചതെന്നും ഭവിനും മൊഴി നൽകി. പ്രതികളായ ആമ്പല്ലൂർ സ്വദേശി ഭവിന്റെയും വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷയുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ മദ്യലഹരിയിൽ ഭവിൻ ചെന്ന് കയറി. കയ്യിലുള്ള ബാഗിൽ 2 നവജാത ശിശുക്കളുടെ അസ്ഥികളായിരുന്നു. പിന്നാലെ പോലീസിനോട് ഭവിൻ വെളിപ്പെടുത്തി 2 കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അസ്ഥികളാണിത്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അനീഷയെയും വിളിച്ചു വരുത്തി. അതോടെയാണ് നടുക്കുന്ന സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. 2020 ഫേസ്ബുക്കിലൂടെ അനീഷയും ഭവിനും പരിചയപ്പെട്ടത്. അടുപ്പം പ്രണയത്തിലേക്ക് വഴിമാറി. ഇതിനിടയിൽ 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 2021 ആദ്യ കുഞ്ഞിനെ പ്രസവിച്ചത് അനീഷയുടെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായാണ് അമ്മയായ അനീഷയുടെ മൊഴി. പൊക്കിൾക്കൊടി കഴുത്തിൽ കുരുങ്ങി മരിച്ച കുട്ടിയുടെ മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുവളപ്പിൽ മറവു ചെയ്തു. മൃതദേഹം അഴുകിയതോടെ കുഴി തുറന്ന് കുഞ്ഞിന്റെ അസ്ഥികൾ ശേഖരിച്ചു. ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു കൊന്നു, മുഖത്ത് പൊത്തിപ്പിടിച്ചു കൊന്നു. ഇരുവരും പ്രണയബന്ധം തുടർന്നു. 2024 അനീഷ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകി. അനീഷയുടെ വീട്ടിലെ മുറിയിൽ വെച്ച് പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ കൊലപ്പെടുത്തി. കുഞ്ഞ് കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. തുടർന്ന് സ്വന്തം സ്കൂട്ടറിൽ ആ കുഞ്ഞു ശരീരം അനീഷ ഭവിന്റെ വീട്ടിലെത്തിച്ചു. 2 മൃതദേഹങ്ങളിൽ നിന്ന് ഭവിൻ അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. കൊലപാതകത്തിന്റെ ദോഷം മാറാനായി മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥികൾ സൂക്ഷിക്കുന്നതെന്ന് ഭവിൻ അനീഷയെ വിശ്വസിപ്പിച്ചു. എന്നാൽ എന്നെങ്കിലും അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ ഭീഷണിപ്പെടുത്താനുള്ള ആയുധം മാത്രമായിരുന്നു അയാൾക്ക് ആ കുരുന്നുകളുടെ അസ്ഥി. 2024 അനീഷയും ഭവിനും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് നടുക്കുന്ന സംഭവം പുറത്തുവരുന്നത്. അനീഷ മറ്റൊരാളുമായി ബന്ധത്തിലാണെന്ന സംശയത്തെ തുടർന്ന് ഭവിൻ മദ്യലഹരിയിൽ വിവരം പുറത്തു പറയുകയായിരുന്നു. 2 പ്രതികളുടെയും മൊഴികളെടുത്ത ശേഷം കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫോറൻസിക് പരിശോധനകൾക്കും ശാസ്ത്രീയ പരിശോധനകൾക്കും ശേഷമാകും പോലീസ് അന്തിമ തീരുമാനത്തിലെത്തുക. പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നാടിനെ നടുക്കിയ നവജാത ശിശുക്കളുടെ ദുരൂഹമരണത്തിൽ പാതി വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകളും തുടരന്വേഷണവും നടത്തി കേസിൽ തുമ്പുണ്ടാക്കാമെന്നും സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാകുമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.